മൊദാനിയെ മോദി കൈവിടുകയാണോ? വിചാരണയ്ക്കായി സ്വന്തം മുതലാളിയായ അദാനിയെ അമേരിക്കയ്ക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറായിരിക്കുകയാണോ നരേന്ദ്രമോദി? ട്രംപിനെ ഭയന്ന്, അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിനെ ഭയന്ന് സ്വന്തം അധികാരം എങ്ങനെയും നിലനിർത്തുന്നതിനു വേണ്ടി അദാനിയെ വരെ കൈവിടേണ്ട അവസ്ഥയിലാണോ മോദി? ഇപ്പോൾ ഏറ്റവും പുതുതായി വരുന്ന വാർത്തകൾ അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് തോന്നിപ്പിക്കുന്നതാണ്. അമേരിക്കയിലെ നിക്ഷേപകരെ തെറ്റിദ്ധരിപ്പിച്ച് അവരിൽ നിന്ന് നിക്ഷേപത്തിനാണ് എന്ന് പറഞ്ഞ് പണം സംഭരിച്ച് ആ പണം ഇന്ത്യയിലെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി കൊടുത്തതിന് ഏതാനും മാസം മുൻപാണ് അമേരിക്കയിലെ കോടതി അദാനിക്കെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത്. ഏതാണ്ട് ഒരു മാസം മുൻപാണ് ഇതിൽ ഒരു അപ്ഡേറ്റ് ആയി അവർ പറഞ്ഞത് ഈ അറസ്റ്റ് വാറന്റ് അദാനിക്ക് സെർവ് ചെയ്യുന്നതിന് വേണ്ടി ഇന്ത്യൻ ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന്. അമേരിക്കൻ നിക്ഷേപകരെ കബളിപ്പിച്ചതിന് ഒരു ഇന്ത്യൻ പൗരനെതിരെ അമേരിക്കൻ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുമ്പോൾ ആ വാറന്റ് സെർവ് ചെയ്യുന്നതിന് സഹായിക്കാൻ ഇന്ത്യൻ ഗവൺമെന്റ് ബാധ്യസ്ഥരാണ്. രാജ്യങ്ങൾ തമ്മിലുള്ള ധാരണയനുസരിച്ച് അത് കണ്ടില്ല എന്ന് നടിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ചും ഇപ്പോൾ ട്രംപിന്റെ മുന്നിൽ മോദി ഗവൺമെന്റ് പൂർണ്ണമായും കീഴടങ്ങിയിരിക്കുന്ന സാഹചര്യത്തിൽ. ഇപ്പോൾ ഏറ്റവും പുതുതായി വരുന്ന വാർത്തകൾ പറയുന്നത് ഇങ്ങനെയാണ്: അദാനിക്കെതിരെയുള്ള അമേരിക്കയുടെ സമൻസ് സെർവ് ചെയ്യണമെന്ന് കേന്ദ്ര ഗവൺമെന്റ് ഗുജറാത്ത് കോടതിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഹേഗ് കൺവെൻഷനിലെ ധാരണയനുസരിച്ച് അദാനിക്ക് സമൻസ് സെർവ് ചെയ്യണമെന്ന ആവശ്യം അമേരിക്കൻ കേന്ദ്ര അധികാരികളിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റിന് ലഭിച്ചിരിക്കുകയാണ്. ഇതനുസരിച്ചാണ് ഗുജറാത്തിൽ അഡ്രസ്സുള്ള അദാനിക്ക് ഈ സമൻസ് സെർവ് ചെയ്യണമെന്ന് കേന്ദ്ര ഗവൺമെന്റ് ഗുജറാത്ത് കോടതിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേന്ദ്ര നിയമ നീതിന്യായ മന്ത്രാലയം ഈ ഫെബ്രുവരിയിലാണ് അമേരിക്കൻ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷനിൽ നിന്നുള്ള സമൻസ് ഗുജറാത്തിലെ ഒരു സെഷൻസ് കോടതിക്ക് അയച്ചു കൊടുത്തത്. ഗൗതം അദാനിയുടെ ഗുജറാത്തിലെ അഡ്രസ്സിൽ ഇത് സെർവ് ചെയ്യണം എന്ന് പറഞ്ഞാണ് ഗുജറാത്തിലെ സെഷൻസ് കോടതിക്ക് ഇത് അയച്ചു കൊടുത്തത് എന്ന് കേന്ദ്ര ഗവൺമെന്റ് ഹിന്ദു ദിനപത്രത്തോട് സമ്മതിച്ചു. 1965 ഹേഗ് കൺവെൻഷനിലെ ധാരണയനുസരിച്ച് സിവിലും കൊമേഴ്ഷ്യലുമായ കാര്യങ്ങളിൽ ജുഡീഷ്യലും എക്സ്ട്രാ ജുഡീഷ്യലുമായ രേഖകൾ സർവീസ് ചെയ്യുന്നതിന് അമേരിക്കയുടെ കേന്ദ്ര അധികാരികളിൽ നിന്ന് ഒരു സർവീസ് റിക്വസ്റ്റ് കേന്ദ്ര ഗവൺമെന്റിന് ലഭിച്ചു എന്നാണ് ഹിന്ദു ദിനപത്രത്തിന് നൽകിയ ഒരു നോട്ടിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞത്. അമേരിക്കയിൽ നിന്ന് ലഭിച്ച ഈ ഡോക്യുമെന്റുകൾ പരിശോധിച്ചപ്പോൾ ഹേഗ് കൺവെൻഷനിലെ ധാരണകൾക്ക് അനുസരിച്ചാണ് ഇത് എന്ന് വ്യക്തമായി. ഇത് അംഗീകരിച്ചാൽ ഈ രേഖകൾ ഗുജറാത്തിലെ അഹമ്മദാബാദിലുള്ള ജില്ലാ സെഷൻസ് കോടതികൾക്ക് ഈ സമൻസ് അദാനിക്ക് സെർവ് ചെയ്യുന്നതിന് വേണ്ടി അയച്ചു കൊടുക്കും. ഫെബ്രുവരി 25 ഗുജറാത്തിലെ സെഷൻസ് കോടതിക്കുള്ള ഒരു കത്തിലാണ് ഇപ്രകാരം ഇത് അയച്ചു കൊടുത്തത്. അദാനിയും അദ്ദേഹത്തിന്റെ മരുമകൻ സാഗർ അദാനിയും കമ്പനിയിലെ മറ്റ് ചില ഉന്നത ഉദ്യോഗസ്ഥരും ചേർന്ന് $100 മില്യൺ അമേരിക്കൻ നിക്ഷേപകരിൽ നിന്ന് സംഭരിക്കുകയും ആ പണം ഇന്ത്യയിലെ ഗവൺമെന്റ് അധികാരികൾക്ക് കോഴ കൊടുക്കാൻ ഉപയോഗിക്കുകയും ചെയ്തു എന്ന കാര്യം ഈ നിക്ഷേപകരിൽ നിന്ന് മറച്ചുവെച്ചു എന്നുള്ളതാണ് അദാനിക്കെതിരെയുള്ള കേസ്. അതായത് ട്രംപിന്റെയും അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന്റെയും മുൻപിൽ ഒരു നാണവും മാനവും ഇല്ലാതെ മോദിയും കൂട്ടരും പരിപൂർണമായി കീഴടങ്ങിയതിന്റെ യഥാർത്ഥ കാരണം അദാനിക്കെതിരെയുള്ള ഈ കേസാണ്. ഇന്ത്യയെ മുഴുവനായി അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിനും സോറോസിനും പണയം വെച്ച് എങ്ങനെയും അദാനിയെ രക്ഷിക്കാനാണ് മോദിയും കൂട്ടരും തത്രപ്പെടുന്നത്. മോദിക്ക് അദാനിയെ അമേരിക്കയ്ക്ക് വിചാരണയ്ക്കായി വിട്ടു നൽകേണ്ടി വരുമോ? ഒരിക്കലും വിട്ടുകൊടുക്കില്ല എന്നുള്ളതാണ് വാസ്തവം. അതിനുവേണ്ടി മറ്റു മാർഗങ്ങളിലൂടെ ട്രംപിനെയും മസ്കിനെയും സഹായിച്ച് കീഴടങ്ങുകയാണ് കേന്ദ്ര ഗവൺമെന്റ്. അദാനിയെ രക്ഷിക്കുന്നതിന് വേണ്ടി ഇന്ത്യയിൽ അദാനിക്കെതിരെ ഒരു കേസെടുത്ത് പണി തീരാത്ത വീട് പോലെ അതിന്മേലുള്ള അന്വേഷണം നടക്കുകയാണ് എന്ന് പറഞ്ഞ് അത് നീട്ടിക്കൊണ്ടുപോകും. എന്നിട്ട് US ഗവൺമെന്റിനോട് പറയും അദാനിക്കെതിരെ ഇന്ത്യയിൽ കേസ് നടക്കുന്നതിനാൽ അയാളെ വിചാരണയ്ക്കായി അമേരിക്കയ്ക്ക് വിട്ടുകൊടുക്കാൻ നിയമം അനുവദിക്കുന്നില്ല എന്ന്. അങ്ങനെ ഇന്ത്യയെ മൊത്തം അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിനും വെള്ളക്കാർക്കും തീരെഴുതി കൊടുക്കാൻ പോലും മോദിയും കൂട്ടരും മടിക്കില്ല. സവർക്കറുടെ പിൻഗാമികൾക്ക് വെള്ളക്കാരുടെ മുൻപിൽ മുട്ടുമടക്കുകയും അവർക്ക് വേണ്ടി അടിമപ്പണി ചെയ്യുകയും ചെയ്യുന്നത് ഒരു പുത്തരിയല്ലല്ലോ. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.